Dear students, myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT Adur. Today we are going to discuss sourcing in supply chain in Module 5 of Supply Chain and Logistics Management. The role of sourcing in supply chain. So sourcing is an entire set of business process required to purchase goods and service. So sourcing എന്ന് പറയുന്നത് നമ്മൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള ഗുഡ്സും അവിടത്തേക്കുള്ള സർവീസസ് അതെല്ലാം പർച്ചേസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സോഴ്സിംഗ് എന്ന് പറയും. സോ അവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു ഡിസിഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഔട്ട്സോഴ്സ് ചെയ്യണോ അല്ലെങ്കിൽ ഇൻസോഴ്സ് ചെയ്യണോ, അതായത് നമ്മൾ മറ്റൊരു കമ്പനിയെ കൊണ്ട് ചെയ്യിക്കണോ. ഏതൊരു ആക്ടിവിറ്റിയും നമ്മളെ കൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് മറ്റൊരു കമ്പനിക്ക് ചെയ്യാൻ പറ്റും എന്നാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഔട്ട്സോഴ്സ് ചെയ്യുക എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് ഇൻഹൗസ് ചെയ്യുക എന്നുള്ളത് പറയും. സോ ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരാളെ കൊണ്ട് നമുക്ക് ആ സെർട്ടൺ ആക്ടിവിറ്റി ചെയ്യിക്കുക എന്നുള്ളതാണ്. നമ്മൾ അവരുടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ അവരെ കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിക്കുക എന്നുള്ളതാണ്. സോ അതിനെയാണ് നമ്മൾ തേർഡ് പാർട്ടി ഔട്ട്സോഴ്സിങ് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ നോക്കുന്ന ഒരു കാര്യമുണ്ട്, തേർഡ് പാർട്ടി, വെദർ ദി തേർഡ് പാർട്ടി വിൽ ഇൻക്രീസ് ദ സപ്ലൈ ചെയിൻ സർപ്ലസ് റിലേറ്റീവ് ടു പെർഫോമിംഗ് ദ ആക്ടിവിറ്റി ഇൻ ഹൗസ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം റിസ്ക് അവിടെ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിലുണ്ടാകും എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ നോക്കുന്നത്. സോ ഔട്ട്സോഴ്സിങ് സപ്ലൈ ചെയിൻ സർപ്ലസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. ആ റിസ്ക് നമ്മൾ എടുക്കാതെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ആ ഒരു സപ്ലൈ ചെയിൻ സർപ്ലസ് വാല്യൂ നമുക്കത് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. സോ സോഴ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൽ ആ ഒരു ഡിസിഷൻ വെദർ ഇൻഹൗസ് ചെയ്യണോ ഔട്ട്സോഴ്സ് ചെയ്യണോ എന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സപ്ലയറിനെ ഈ പറഞ്ഞത് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അവർക്ക് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സ്കോറിങ്, അവരുടെ അസസ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ട് വേണം ഇത് ഏതൊരു തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിൻ്റെയും കമ്പനിയെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനായിട്ടുള്ളത്. സോ അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ് ആ ഒരു പർട്ടിക്കുലർ കമ്പനി എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക, അവരുമായിട്ടുള്ളൊരു കോൺട്രാക്റ്റ് ഫിക്സ് ചെയ്യുക. അതിന് മുന്നേ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെയാണ്, അതിൻ്റെ എത്രത്തോളം നമുക്ക് റേറ്റ് അവർ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം ഡിസൈൻ കൊളാബറേറ്റ് ചെയ്യുക, പ്രൊക്യൂർമെൻറ്റ്, സോഴ്സിങ് ആൻഡ് പ്ലാനിങ് അനാലിസിസ് എന്നുള്ളതാണ്. ഇത്രയുമാണ് ഈ സോഴ്സിങ് പ്രോസസ്സിൽ വരുന്നത്. സോ ബെനിഫിറ്റ്സ് ഓഫ് എഫക്റ്റീവ് സോഴ്സിങ് ഡിസിഷൻസ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓർഡേഴ്സ് അഗ്രിഗേറ്റ് ആവും. കൂടാതെ തന്നെ നമുക്ക് പ്രൊക്യൂർമെൻറ്റ് ട്രാൻസാക്ഷൻസ് എല്ലാം ഈ ഒരു പർച്ചേസിൻ്റെ കോസ്റ്റിങ്ങിനെ എല്ലാത്തിനെയും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഡിസൈൻ കൊളാബറേഷൻസ് ഈസിയർ ആവും. പിന്നെ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സ് നമുക്ക് സപ്ലയേഴ്സുമായിട്ട് എക്സാക്റ്റ് ആയിട്ട് ഒരു കോർഡിനേഷൻ നമുക്ക് കിട്ടും. പിന്നെ റിസ്ക് നമുക്ക് ഷെയറിങ് ആവും. നമ്മൾ ഉള്ള റിസ്ക് എല്ലാം എടുക്കേണ്ട ഒരു കാര്യമില്ല, നമ്മൾ കാര്യം ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് റിസ്ക് ഷെയറിങ് ആവും. നമുക്ക് കുറഞ്ഞ പ്രൈസിന് നമുക്ക് സാധനങ്ങൾ എടുക്കാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാവും. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഹൗസ് ഓർ ഔട്ട്സോഴ്സ്, ഹൗ ഡു തേർഡ് പാർട്ടി ഇൻക്രീസ് ദ സർപ്ലസ്. ഈ പറഞ്ഞ സർപ്ലസ് വാല്യൂ നമ്മൾ ഇൻക്രീസ് ആകുമെന്നുള്ളത് പറഞ്ഞായിരുന്നു. ഈ പറഞ്ഞ സർപ്ലസ് വാല്യൂ എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാമെന്നുള്ളതാണ്. അതിന് പറയുന്നത് ഒന്ന് കപ്പാസിറ്റി അഗ്രിഗേഷൻ, രണ്ടാമത്തെ ഇൻവെൻട്രി ഇൻഗ്രിഗേഷൻ, ട്രാൻസ്പോർട്ടേഷൻ അഗ്രിഗേഷൻ ബൈ ട്രാൻസ്പോർട്ടേഷൻ ഇൻ്റർമീഡിയറീസ്, ട്രാൻസ്പോർട്ടേഷൻ അഗ്രിഗേഷൻ ബൈ സ്റ്റോറേജ് ഇൻ്റർമീഡിയറീസ്, വെയർഹൗസിംഗ് അഗ്രിഗേഷൻ, പ്രൊക്യൂർമെൻറ്റ് അഗ്രിഗേഷൻ, ഇൻഫർമേഷൻ അഗ്രിഗേഷൻ, റിസീവബിൾസ് അഗ്രിഗേഷൻ, റിലേഷൻഷിപ്പ് അഗ്രിഗേഷൻ ആൻഡ് ലോവർ കോസ്റ്റ് ആൻഡ് ഹയർ എന്നുള്ള രീതിയിലാണ്. ഇതിൻ്റെ തേർഡ് പാർട്ടിയുടെ യൂസ് ചെയ്യുന്നതിൻ്റെ റിസ്ക് എന്താണ് എന്നുള്ളതാണ്. സോ അവിടെ നമുക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ കമ്പനിയുടെ ഫുൾ ഇതിൽ നിന്നും മാറി നമ്മൾ മറ്റൊരു കമ്പനിയാണ് ഈ ഒരു കാര്യം ഏൽപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രോസസ്സ്, ദ എൻ്റയർ പ്രോസസ്സ് എന്ന് പറയുന്നത് അതവിടെ ബ്രോക്കൺ ആവുകയാണ്. നമ്മൾ അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. സോ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അവരുടെ സ്ട്രാറ്റജീസ് അതുമായിട്ട് നമ്മൾ ഇഴുകിച്ചേർന്ന് പോകേണ്ടി വരും. കോസ്റ്റ് എസ്റ്റിമേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. കസ്റ്റമർ സപ്ലയർ കോണ്ടാക്റ്റ് കുറയും.
സെൻസിറ്റീവ് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമുക്ക് ഈ പറഞ്ഞ കമ്പനീസുമായിട്ട് ഷെയർ ചെയ്യേണ്ടി വരുന്നു. കാര്യം നമ്മുടെ ഈ ഒരു പ്രോസസ്സ് പർട്ടിക്കുലർ കമ്പനിക്ക് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തേക്കെയാണ്. സോ നമ്മുടെ അവിടെയുള്ള ഡേറ്റാസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യണം. എന്നാൽ മാത്രമേ ഉള്ളൂ പ്രോപ്പറായിട്ടുള്ള ഒരു വർക്കിംഗ് അവിടെ നടക്കത്തുള്ളൂ. സോ ലോജിസ്റ്റിക്സ് പ്രൊവൈഡേഴ്സ് എന്നുള്ളതിൽ ഏതൊക്കെ ക്ലാസിഫിക്കേഷനാണ് വരുന്നതെന്നാണ്. ഫസ്റ്റ് പാർട്ടി ലോജിസ്റ്റിക്സ്, സെക്കൻഡ് പാർട്ടി ലോജിസ്റ്റിക്സ്, തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്, ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് ആൻഡ് ഇപ്പോൾ ഫിഫ്ത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് എന്നുള്ള രീതിയിലും വന്നിട്ടുണ്ട്. സോ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കമ്പനി തന്നെ നേരിട്ട് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഡെലിവറി എന്നുള്ളത് ഡയറക്റ്റ് മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലാണ് അതിന് ഫസ്റ്റ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഈ പറഞ്ഞ ആ ഒരു കമ്പനി ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളൊരു സർവീസിന് വേണ്ടിയിട്ട് മറ്റൊരു കമ്പനിയെ മീറ്റ് ചെയ്യുന്നു. ജസ്റ്റ് നമ്മുടെ ആ ഒരു സാധനം ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കമ്പനിയെ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ എൻ്റയർ പ്രോസസ്സ് നമ്മൾ മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കുന്നു. അതിനെയാണ് നമ്മൾ സെക്കൻഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഈ കമ്പനി ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല സ്റ്റോറേജ്, വെയർ ഹൗസിങ്, ക്രോസ് ഡോക്കിങ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, പാക്കിങ്, ആ ഒരു പ്രോസസ്സിൻ്റെ ഫുൾ ഇതും നമുക്ക് മറ്റൊരു കമ്പനിയെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നതിനാണ് നമ്മൾ തേർഡ് പാർട്ടി. ഡിയർ സ്റ്റുഡൻസ്, മൈസെൽഫ് വിഷ്ണു എസ് നായർ, Assistant Professor, Mechanical Engineering Department, SNIT Adur. Today we are going to discuss sourcing in supply chain in Module 5 of Supply Chain and Logistics Management. സോ തേർഡ് പാർട്ടി ആൻഡ് ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് എന്നുള്ളത് വരുമ്പോഴത്തേക്കും അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ഒരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള വെയർ ഹൗസിങ് അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവർ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ 4PL അല്ലെങ്കിൽ ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എൻ്റയർ പ്രോസസ്സിനെ അവർ ഫോക്കസ് ചെയ്യുന്നു. നമ്മുടെ പ്രൊഡക്ഷൻ റേറ്റ് എത്ര മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മൾ എത്രത്തോളമാണ് പ്രൊഡക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യണോ, ഡിമാൻഡ് എത്രയാണ്, മാർക്കറ്റ് കണ്ടീഷൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. സോ 4PL വേഴ്സസ് 3PL. ഫസ്റ്റ് വൺ ഫങ്ഷനാലിറ്റി എന്നുള്ളതിൽ. ഫങ്ഷനാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും സോ 3PL എന്ന് പറയുന്നതിൽ ഒരു സിംഗിൾ ഫങ്ഷൻ, ഒരു കമ്പനിയുടെ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ അവർ നമുക്ക് സഹായം തരുന്നത്. അതായത് അവർ ക്ലയൻറ്റിൻ്റെ ആ ഒരു ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസിൽ മാത്രമായിട്ടായിരിക്കും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ 4PL കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും അത് അവരുടെ കയ്യിലുള്ള ടെക്നോളജി, റിസോഴ്സസ് ആൻഡ് ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം ബേസ് ചെയ്തിട്ട് ഈ ഒരു ഫുൾ മാനേജ്മെൻറ്റ് തന്നെ അവരുടെ കാര്യങ്ങൾ പറയുന്നതിനെ ബേസ് ചെയ്തായിരിക്കും വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു ക്ലയൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു മാനേജിങ് എന്നുള്ള രീതിയിൽ തന്നെ ഈ പറഞ്ഞ ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് പ്രൊവൈഡർ വർക്ക് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത് വരുന്ന റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിൽ സോ നമ്മൾ പറഞ്ഞായിരുന്നു ഈ പറഞ്ഞ 4PL എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ A to Z കാര്യങ്ങളും നോക്കുന്ന ഒരു പ്രൊവൈഡറായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും 3PL എന്നുള്ളത്. കാര്യം 3PL എന്നുള്ളൊരു അല്ലെങ്കിൽ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ആ ഒരു കമ്പനി അതിൻ്റെ വെയർ ഹൗസിങ്, ട്രാൻസ്പോർട്ടേഷൻ, പാക്കേജിങ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ അവരുടെ ഇൻഫ്ലുവൻസ് വരുന്നത്. പക്ഷേ ഈ 4PL ആണെങ്കിൽ ഈവൻ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് വരുടെ അവരുടെ ഇതിലാണ് വരുന്നത്. സോ 4PL എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ആസ്പെക്ട്സിലും അവർ ഒരു കമ്പനിയുടെ ഒരു ഭാഗമാവുകയാണ്. ഒരു സപ്ലൈ ചെയിനിൻ്റെ തന്നെ എല്ലാ ആസ്പെക്ട്സും അവരുടെ ഒരു ഭാഗമായിട്ട് വരികയാണ്.
സോ അവർ ഫോർകാസ്റ്റ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയായിരിക്കണം, ലാർജ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കും, ഡാറ്റ ഹാൻഡ്ലിങ് എങ്ങനെയായിരിക്കണം, സൂപ്പർവൈഷൻസ് എങ്ങനെ നടത്തണം, വെയർ ഹൗസ് ഓപ്പറേഷൻസ് എങ്ങനെ നടത്തണം, ഈ പറഞ്ഞ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ള കോർഡിനേഷൻ ഏത് ലെവലിലായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ രീതിയിലും അവർ റെസ്പോൺസിബിളാണ്. ഈ ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് പ്രൊവൈഡർ എന്ന് പറയുന്ന ഒരു കമ്പനി അവർ റെസ്പോൺസിബിളാണ്. സോ ലാസ്റ്റ് തേർഡ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് ഓൺ ക്ലയൻറ്റ്സ് പെർഫോമൻസ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട്. സോ ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നു, അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ തന്നെ ഈ പറഞ്ഞ ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സിന് വളരെ വലിയൊരു പങ്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കമ്പനി ക്ലയൻറ്റ് എന്ന് പറയുന്നവർ ഇവരുടെ ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സിൻ്റെ കയ്യിൽ നിന്നും ആയിരിക്കും ഡേറ്റ എടുത്ത് അനലൈസ് ചെയ്യുന്നതും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണോ, അവരെന്താണ് സജസ്റ്റ് ചെയ്യുന്നത്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്നുള്ള രീതിയിൽ തന്നെ ഈ പറഞ്ഞ ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് പ്രൊവൈഡർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഹൗ ഡു ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് ആഡ് ദ വാല്യൂ? സോ ഈ ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സിന് വേണ്ടിയിട്ട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ട് അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള സഫീഷ്യൻറ്റ് ഡേറ്റ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി അവൈലബിൾ ആയിരിക്കണം. കൂടാതെ തന്നെ അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ എല്ലാ ഫേമുമായിട്ടും ഉള്ളൊരു കോർഡിനേഷൻ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള സോഴ്സിംഗ് പ്രോസസ്സിൽ വരുന്നത്. സോ ബെനിഫിറ്റ്സ് ഓഫ് എഫക്റ്റീവ് സോഴ്സിംഗ് ഡിസിഷൻസ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓർഡേഴ്സ് അഗ്രിഗേറ്റ് ആവും. കൂടാതെ തന്നെ നമുക്ക് പ്രൊക്യൂർമെൻറ്റ് ട്രാൻസാക്ഷൻസ് എല്ലാം ഈ ഒരു പർച്ചേസിൻ്റെ കോസ്റ്റിങ്ങിനെ എല്ലാത്തിനെയും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഡിസൈൻ കൊളാബറേഷൻസ് ഈസിയർ ആവും. പിന്നെ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സ് നമുക്ക് സപ്ലയേഴ്സുമായിട്ട് എക്സാക്റ്റ് ആയിട്ട് ഒരു കോർഡിനേഷൻ നമുക്ക് കിട്ടും. പിന്നെ റിസ്ക് നമുക്ക് ഷെയറിങ് ആവും. നമ്മൾ ഉള്ള റിസ്ക് എല്ലാം എടുക്കേണ്ട ഒരു കാര്യമില്ല, നമ്മൾ കാര്യം ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും റിസ്ക് ഷെയറിങ് ആവും. നമുക്ക് കുറഞ്ഞ പ്രൈസിന് നമുക്ക് സാധനങ്ങൾ എടുക്കാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാവും. എല്ലാത്തിനെയും ബേസ് ചെയ്താണ് നമ്മളവിടെ ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. താങ്ക് യു.